ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായിട്ടുള്ള പുളിയിഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളി വേണം, പിന്നെ ശർക്കര വേണം, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കായപ്പൊടി വേണം, ഉലുവാപ്പൊടി വേണം, മുളക് പൊടി വേണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല കട്ടിയുള്ളൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് കടുകും ചുമന്ന മുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ആ കടുകൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഒന്നിൻ്റെ അളവുകൾ പറയണില്ല, കാരണം നമ്മൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. സാധാരണ നമ്മൾ ഞാൻ പലതിലും കണ്ടേക്കണത് 250 ഗ്രാം ഇഞ്ചിക്ക് 100 ഗ്രാം പച്ചമുളക്, പിന്നെ 150 ഗ്രാം ശർക്കര, അങ്ങനെ പലരും പല അളവാട്ടോ. ചിലർ 100 ഗ്രാം ഇഞ്ചി 100 ഗ്രാം പച്ചമുളക് അങ്ങനെ എടുക്കാറുണ്ട്. പലരും പല ഒരളവിലാണ് എടുക്കണത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ചെറിയ അളവിൽ ഉണ്ടാക്കുന്ന കാരണം തന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഞാൻ അളവൊന്നും പറയണില്ല കേട്ടോ. ഇപ്പോൾ ആ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കരിഞ്ഞു പോരുത്. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇഞ്ചിയൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അങ്ങനെയും ഈ പുളിയിഞ്ചി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടം. ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ, ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിലൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ വറുത്ത ഇഞ്ചി. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇപ്പോൾ അത് പാകത്തിന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കാം കേട്ടോ. പുളി ഞാൻ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തു. ഇനി പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി തിളച്ച് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ ഒരു 1/4 സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. പിന്നെ മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ അത് കുറേശ്ശെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഇനി ആ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ശർക്കര കേട്ടോ. അത് ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ആ പുളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഈ ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ആ ശർക്കര പാനിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ആ ശർക്കരയുടെ വെള്ളം എല്ലാം കൂടി ഇപ്പം കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടല്ലോ. ഇനി അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഈ പുളിയിഞ്ചിക്ക് പകരം ഇഞ്ചിപ്പുളി എന്നാണ് പറയുക. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്വീറ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി നിറച്ചിടും അവർ. അങ്ങനെ ഈ പുളിയിഞ്ചി പോലെ തന്നെയാണ് ഇഞ്ചിപ്പുളിയും, സെയിം തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. ഇത്ര സ്വീറ്റും ആവില്ല. ഇഞ്ചിയുടെ മെയിൻ കുറേ ഇഞ്ചി ഇടും അവർ. അങ്ങനെ ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുളിയിഞ്ചിക്ക് പകരമായിട്ടൊരു കൂട്ടാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇപ്പം നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ലാസ്റ്റായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഉലുവാപ്പൊടിയാണ് കേട്ടോ. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് തിളച്ച് വരട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഈ പുളിയിഞ്ചിയിൽ ചില സ്ഥലത്തൊക്കെ കായം ചേർക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലാണ് ഈ പുളിയിഞ്ചി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇത് നന്നായിട്ട് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇരിക്കുമ്പം ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പം ഞാനിത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ പുളിയിഞ്ചി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഓണസദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒരു വിഭവമായ പുളിയിഞ്ചിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ പുളിയിഞ്ചി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്